നമസ്തേ ഗംഗാമയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നിങ്ങളുടെ ശരീരത്തിൽ, അതായത് നമ്മളുടെ ജീവനുള്ള ശരീരത്തില് ഗ്രഹങ്ങളും ചക്രകളും എങ്ങനെയാണ് കണക്റ്റായി കിടക്കണത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ചക്രാസ് നമ്മുടെ ശരീരത്തിലുള്ള ചക്രാസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവടെയും മെഡിറ്റേഷൻ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൃത്യമായ വശങ്ങൾ അറിഞ്ഞിട്ടാണോ മെഡിറ്റേഷൻ നടത്തുന്നതെന്നുള്ളത് നമ്മള് നോക്കേണ്ടതുണ്ട്. കാരണം ഒരു സ്പിരിച്വൽ പാതയില് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. സ്പിരിച്വൽ ലൈഫില് സ്പിരിച്വൽ വേണമെന്നൊക്കെ. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും വേരിയേഷനുകളും വന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് നേർവിപരീതമായിട്ട് വരിക ചെയ്യാം. അപ്പൊ നിങ്ങള് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളാണ് ചക്ര. ഇത് ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെങ്കിൽ നമ്മളെന്ന വ്യക്തിയും യൂണിവേഴ്സലും വേർപെട്ടിട്ട് നിൽക്കുന്ന രണ്ടല്ല. നമ്മളും നമ്മുടെ ശരീരവും ആ യൂണിവേഴ്സലും ഒന്നാണ്. ഗ്രഹങ്ങളുടെ എനർജിയുമായിട്ട് അതുകൊണ്ടാണ് കണക്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു മൂലാധാരം ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ഗ്രൗണ്ടിങ് ഉണ്ടാവും. ഒരു സുരക്ഷ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു അടിത്തറ ഉണ്ടാവും. അതുപോലെ തന്നെ ശനിയാണെങ്കിൽ പോലും ഒരു ഭയമൊക്കെ ഉണ്ടാവും. ചില കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഭയം ഉണ്ടെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്കൊരു ഗ്രൗണ്ടിങ്, ഒരു സുരക്ഷ ഉണ്ടായിരിക്കും. അവിടെ ഒരു അഫർമേഷൻ ഉണ്ട്. അഫർമേഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭയം അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യൽ മാറുമെന്നുള്ളതാണ്. ഇനി മൂലാധാര ചക്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാധിഷ്ഠാന ചക്രമാണ്. അവിടെ എന്താ ഉണ്ടെങ്കിൽ അവിടെ ആ ചക്രം നല്ല ആക്ടിവേറ്റ് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളും, നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹവും, മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി എനർജി കണക്റ്റ് ആവാൻ തുടങ്ങും. അതുപോലെ തൊട്ട മേലെയുള്ള സോളാർ പ്ലക്സ് എന്ന് പറയണ മണിപ്പൂര ചക്രമാണ് ഏറ്റവും പവർ പോയിന്റ്. കാരണം എന്താണെങ്കിൽ അവിടെ ബന്ധപ്പെട്ട ഗ്രഹം സൂര്യനാണ്. ആ സൂര്യൻ ഉണ്ടാകുമ്പോൾ തന്നെ ആത്മവിശ്വാസം നമ്മളിലേക്ക് ഭയങ്കരമായിട്ട് കൂടും. അത് കൂടാതെ പേഴ്സണൽ പവർ നമുക്ക് അതായത് ചക്ര കൃത്യമാണെങ്കിൽ പേഴ്സണൽ പവർ നമുക്ക് കൃത്യമായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഇത് ചക്രാസ് എല്ലാം നിങ്ങൾക്ക് എനർജറ്റിക് അല്ലെങ്കിൽ നിങ്ങൾ വളരെ നിരാശവാനും വളരെ എന്താ പറയുക, നിങ്ങൾക്ക് മടിയും അലസതയും ക്ഷീണമൊക്കെ ആയിട്ടാണ് തോന്നുക. അപ്പൊ ചക്രങ്ങളും നമ്മളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഇനി അനാഹത ചക്രയിൽ എടുത്ത് നോക്കുകയാണെങ്കിലോ, അവിടെ കൃത്യമായിട്ട് ഊർജ്ജമാണ് അനാഹത ചക്രയിലെങ്കിൽ അവിടെ സ്നേഹവും കരുണയും ഇമോഷണൽ എല്ലാം ഉണ്ടായിരിക്കും. എല്ലാവരോടും വളരെ സ്നേഹം, വളരെ കെയറിങ്, വളരെ ഇഷ്ടം ഒക്കെ ഉണ്ടായിരിക്കും അനാഹത ചക്രയിലാണെന്നുണ്ടെങ്കിൽ. ഇനി അതിന്റെ തൊട്ടമേലെ ത്രോട്ട് ചക്രയാണ് നിങ്ങൾക്ക് അതായത് എനർജി നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി ത്രോട്ട് ചക്ര കണക്ട് ആണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലുണ്ടാവും. അതായത് ട്രൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം സത്യമായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം. നമ്മൾ കള്ളം പറയണവരല്ല. നമ്മളെ വിശ്വസിക്കാൻ മറ്റുള്ളവരെല്ലാവരും തയ്യാറാവും. അതുപോലെ തന്നെ നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എല്ലാവരിനോടും നന്നായി സംസാരിക്കുക, നന്നായി പാട്ട് പാടുക. ഇത്തരം കാര്യങ്ങളെല്ലാം ത്രോട്ട് ചക്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തേർഡ് ഐ ആണെന്നുണ്ടെങ്കിലോ, തേർഡ് ഐ ബന്ധപ്പെട്ട ഗ്രഹം ഗുരുവാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻഡ്യൂഷനും ഒരു വിസ്ഡം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതെല്ലാം കണക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ, അതായത് ഇതെല്ലാം വിപരീതമായിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിട്ടാണ് നിൽക്കുക. അതായത് നിങ്ങൾക്ക് എല്ലാം കോപം, ദേഷ്യം. ഇപ്പോ തേർഡായി ആക്ടിവേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യവും കോപം വരും. അതുപോലെ അഹങ്കാരം, ഈഗോ ഉണ്ടായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് എന്താ ഈഗോ തോന്നുക, വെറുതെ ആവശ്യമില്ലാണ്ട് വെറുപ്പ് തോന്നുക, മറ്റുള്ള ആൾക്കാരുമായിട്ട് തോന്നുക. കാരണം എന്താണെങ്കിൽ അവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അവിടെ കട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അഹങ്കാരം നമ്മളിലേക്ക് കൂടി വരാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ബ്ലെസ്സിങ് ഉണ്ടാവില്ല അവിടെ. കാരണം അവിടെ തേർഡായി ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവണതാണ്. കാരണം അവിടെ ഗുരുവാണ്. നിങ്ങൾക്ക് ശക്തമായിട്ട് ഒരു നിർദ്ദേശം, നീ ഇന്ന വഴിക്ക് പോ എന്നുള്ള നിർദ്ദേശം തരേണ്ടത് ഗുരുവാണ്. അപ്പൊ ആ ഗുരു എന്നുള്ള ആ തേർഡായി മറഞ്ഞിട്ടാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല. നല്ല തലവേദനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അമിതമായിട്ട് ഉറങ്ങാൻ തോന്നും, അല്ലെങ്കിൽ ഒട്ടും ഉറക്കം കുറവായിരിക്കും. ഇതൊക്കെയാണ് അവിടെ ആക്ടിവേറ്റ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനർജി ബ്ലോക്ക് ആണെങ്കിൽ. ഇനി സഹസ്രാര, 7 ചക്രാസില് പ്രധാനപ്പെട്ട ചക്ര സഹസ്രാരയാണ്. അവിടെ ബന്ധപ്പെട്ട ഗ്രഹം രാഹുവും കേതുവാണ് പറയണത്. അപ്പൊ അവിടെ സ്പിരിച്വാലിറ്റിയാണ് അവിടെ കണക്ട് ആവുക. അതുപോലെ തന്നെ കോസ്മിക് കണക്ഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഗ്രഹവും ഓരോ ചക്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഈ ചക്രാസ് എല്ലാം ബാലൻസ് ആയിരിക്കണം.
അപ്പോൾ മാത്രമാണ് ജീവിതം ഒരു ഫ്ലോയിലിങ്ങനെ ഒഴുകാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒന്ന് കൂടെ കൂടിക്കോളൂ. ഇത്തരം അറിവായിട്ട് ഗംഗാമ്മ വീണ്ടും വരാം. നന്ദി, നമസ്തേ.